അസ്സലാമു അലൈക്കും. വ്രതവിശുദ്ധിയുടെ കാലഘട്ടം ജീവിതത്തിൽ ക്ഷമയോടെയും സഹിഷ്ണുതയോടെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പഠനകളരിയാക്കി മാറ്റാൻ വിശ്വാസികൾക്ക് സാധിക്കണം. പ്രയാസപ്പെടുന്നവൻ്റെയും വിശക്കുന്നവൻ്റെയും കണ്ണീരൊപ്പാൻ പ്രേരകമായി തീരട്ടെ ഈ വർഷത്തെ റമദാൻ എന്ന് ആശംസിച്ചുകൊണ്ട് ദുബായ് ഗോൾഡ് റംസാൻ നിലാവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. ദുബായ് ഗോൾഡ് റംസാൻ നിലാവിൽ ആനുകാലിക വിഷയങ്ങളിൽ പ്രേക്ഷകർക്ക് അറിവ് പകരുന്ന സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങളുടെ പ്രഭാഷണമാണ് അടുത്തത്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വബഅദ്. ബഹുമാനികളെ, ഇസ്ലാമിലെ പ്രാർത്ഥനകളെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഓരോ പ്രാർത്ഥനകളിലും ആ പ്രാർത്ഥിക്കുന്ന വിശ്വാസിയെ അവൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടാവും. നമസ്കാരമായാലും ശരി, നോമ്പായാലും ശരി, ഹജ്ജായാലും ശരി, സക്കാത്തായാലും ശരി, ഏതൊരു പ്രാർത്ഥനയായാലും ആ പ്രാർത്ഥിക്കുന്ന വിശ്വാസിയെ പടച്ചതമ്പുരാൻ ഗുണപാഠമായി പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. യഥാർത്ഥത്തിൽ ഒരു നോമ്പ് പിടിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് ചെയ്യുന്നത്? പ്രഭാതം മുതൽ പ്രദോഷം വരെ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുകയും ഒരുപാട് സുഖങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സുഖങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ പടച്ചതമ്പുരാനിലേക്ക് അടുക്കുമ്പോൾ രാത്രി നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇതിനിടയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു വാക്ക് മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദ തആമഹു വ ശറാബഹു മിൻ അജലി. അതായത് നോമ്പ് പിടിക്കുന്നവൻ പട്ടിണി കിടക്കുമ്പോൾ, രാത്രി നിന്ന് നമസ്കരിക്കുമ്പോൾ ഇവയിലെല്ലാം അവൻ സൂക്ഷിക്കേണ്ട വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ കള്ളം പറയലും അതിൽ കൂടി പ്രവർത്തിക്കലും. അതുകൊണ്ടുള്ള ദൂഷ്യം ഒഴിവാക്കാൻ സാധിച്ചില്ലെങ്കിൽ അവൻ അതിനു വേണ്ടി പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല, പടച്ചതമ്പുരാന് ആ നോമ്പിൻ്റെ ആവശ്യമില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ സൂക്ഷിക്കേണ്ടത് അള്ളാഹു പറഞ്ഞതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും പറഞ്ഞത് കൂട്ടി വായിക്കുക എന്നുള്ളതാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ആഹാരം ഉപേക്ഷിച്ചുകൊണ്ട് അവൻ്റെ ശരീരത്തിൻ്റെ പൈശാചികത്വത്തെ അവൻ കുറയ്ക്കുകയും ഖുർആനോദി അവൻ്റെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവൻ എന്താണ് ചെയ്യേണ്ടത്? അവൻ കള്ളം പറയുമ്പോൾ ആർക്കാണ് നഷ്ടം? കള്ളം കൊണ്ട്, അസത്യം കൊണ്ട് നഷ്ടപ്പെടുന്നത് അവൻ്റെ സമുദായമാണ് നഷ്ടപ്പെടുന്നത്. അവൻ്റെ മക്കൾ നഷ്ടപ്പെടും, അവൻ്റെ ഭാര്യ നഷ്ടപ്പെടും, അവൻ ജീവിക്കുന്ന പരിസരം മോശമാവും. ഇത് അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നോമ്പ് പിടിക്കുന്നവൻ ഇതൊന്നും സൂക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവൻ അങ്ങനെ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചത്. അതുകൊണ്ട് നോമ്പ് പിടിക്കുന്ന നമ്മൾ മാത്രമല്ല, നോമ്പ് കഴിയുമ്പോൾ ഈ കള്ളം പറയൽ നമ്മളിന്ന് നിർത്തിയിരിക്കുന്നു. അസത്യങ്ങൾ പറയൽ, ചതിക്കൽ ഇവയെല്ലാം നിർത്തിയിരിക്കുന്നു. നോമ്പ് കഴിയുമ്പോൾ ഇത് തുടങ്ങാമോ? തുടങ്ങുവാനും പാടില്ല. അങ്ങനെ എന്നേക്കുമായിട്ട് പാപങ്ങളെ നിർത്തുകയും സൽക്കർമ്മങ്ങൾ അധികരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ഗുണപാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതറിഞ്ഞ് പ്രവർത്തിക്കുവാൻ തൗഫീഖിനെ തെരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ദുബായ് ഗോൾഡ് റംസാൻ നിലാവിൽ അടുത്തതായി റമദാൻ സന്ദേശം. നോമ്പ് എന്നാൽ മനുഷ്യനെ ആത്മീയമായും ഭൗതികമായും സംസ്കരിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ്. എല്ലാ മതങ്ങളിലും നോമ്പ് എന്ന ഒരു അനുഷ്ഠാന രീതിയുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾക്കിടയിലെ ഈ വ്രതാനുഷ്ഠാനം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. പകൽ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ കേവലം നല്ല ചിന്തകൾ മാത്രമായി കഴിയണം. ദൈവത്തെ ഓർത്ത് ദൈവമാർഗത്തിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കൽ, അതുപോലെ ഏത് കാര്യങ്ങൾ നമ്മൾ നന്മയായി കരുതുന്നുണ്ടോ അതൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ചിന്തയിൽ പോലും നല്ല കാര്യങ്ങൾ, ചിന്തയിൽ പോലും വളരെ സഹായകരമായ പരസ്പര സ്നേഹ സമ്പന്നമായ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇരിക്കണം എന്നുള്ളതാണ് നോമ്പിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു മാസകാലം ദാനധർമ്മങ്ങൾ വർദ്ധിക്കുകയാണ്. സമൂഹത്തിൻ്റെ ഇടയിൽ പാവപ്പെട്ടവരെ പരിചരിക്കുന്ന, അവരെ പരിഗണിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുകയാണ്. ഒരു പക്ഷേ ജാതിമത ഭേദമന്യേ തന്നെ അനുകരിക്കാവുന്ന ഒരു കാര്യമാണ് ഇത്. നമുക്ക് പലപ്പോഴും നമ്മുടെ സഹജീവികളെക്കുറിച്ച് ചിന്തിക്കാനും അതുപോലെ തന്നെ അവരുടെ പരാധീനതകളും വിഷമങ്ങളും പരിഗണിക്കുവാനും സമയമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വാണിംഗ്, ദൈവത്തിൻ്റെ ഒരു വലിയ കൽപ്പന, നിങ്ങൾ അതോർത്തേ പറ്റൂ എന്നുള്ളത് ഒരു വലിയ അനുഷ്ഠാനമായി ഒരു മാസകാലം നിർബന്ധിതമായി നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു സ്വഭാവ രീതിക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. അതിനുള്ളൊരു ട്രെയിനിങ് ആണ് നോമ്പ് കാലം. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പ് കാലത്ത് കേവലം ഒരു ആരാധനാ രീതി എന്നുള്ളതിൽ കവിഞ്ഞ് ഒരാളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക എന്നുകൂടി ഇതിലുണ്ട്. ദൈവചിന്ത വർദ്ധിക്കുമ്പോൾ കേവലം ഭൗതികതയുടെ നിരർത്ഥകത നമുക്ക് ഏറെ ഓർമ്മ വരും. ജീവിതം എന്നുള്ളത് വളരെ കുറഞ്ഞ കാലത്തേക്കാണ്. ആ കുറഞ്ഞ കാലം കൂടുതൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് നാളെ മരണാനന്തരം അതിനുള്ള പ്രതിഫലമുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം ഈ നോമ്പുകാലത്ത് വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് നോമ്പനുഭവങ്ങൾ തീർച്ചയായും നന്മ നിറഞ്ഞതാണ്. ഈ സന്ദർഭത്തിൽ ഏഷ്യാനെറ്റിൻ്റെ ഈ പ്രോഗ്രാം വളരെ ശ്ലാഘനീയമായി ഞാൻ ഇതിനെല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ദുബായ് ഗോൾഡ് റംസാൻ നിലാവിൽ ഇനി ഒരു ചെറിയ ഇടവേള. പരസ്പരമറിഞ്ഞവർക്ക് ബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിയാനാകൂ. മനസ്സാണ് പൊന്ന്, സുതാര്യമാണ് ഈ ബന്ധം. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. മലപ്പുറം, കൊണ്ടോട്ടി, ചെമ്മാട്, പട്ടാമ്പി, മനാമ, ബഹ്റൈൻ, റൂബി, മസ്കറ്റ്. I can see the world in your hands, see you growing all the way. You are the sun in my eyes. Al Hilal Hospital, excellent care, affordable cost. രുചിയേറും ഭക്ഷണങ്ങളുമായി രാജകീയമായി വരവേൽക്കാൻ സെഞ്ചുറി ഇന്റർനാഷണൽ റെസ്റ്റോറന്റ്, കിങ്ഡം ഓഫ് ബഹ്റൈൻ ആൻഡ് UAE.
Trust across generations. UAE Exchange, world's trusted money transferer. Dedicated service in healthcare. Shifa Al Jazeera Medical Center, Bahrain. Memorable journeys start with a smile on your face. Journeys World Holidays. Offices in India, Bahrain, Kuwait. ദുബായ് ഗോൾഡ് റംസാൻ നിലാവിൽ അടുത്തതായി ഗൾഫ് നാടുകളിലെ പ്രധാന ചരിത്ര കേന്ദ്രങ്ങളിലേക്ക് ഒരെത്തിനോട്ടം. ബഹ്റൈൻ്റെ പുരാതനമായ ചരിത്രശേഷിപ്പുകളിൽ ഇപ്പോഴും മണ്ണടിയാതെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നു ഖമീസ് മോസ്ക്. രാജ്യതലസ്ഥാനമായ മനാമയിൽ നിന്നും 8 കിലോമീറ്റർ മാറി ഷൈഖ് സൽമാൻ ഹൈവേയിൽ ഖമീസ് എന്ന സ്ഥലത്ത് നിലകൊള്ളുന്ന ഈ പുരാതന പള്ളി ചരിത്രാന്വേഷകരുടെ ഇഷ്ടകേന്ദ്രങ്ങളിൽ ഒന്നാണ്. ബഹ്റൈനിൽ AD 692 നിർമ്മിക്കപ്പെട്ട ആദ്യ പള്ളിയെന്ന് വിശ്വസിക്കപ്പെടുന്നു ഖമീസ് മോസ്ക്. 14-ാം സെഞ്ചുറിയിലും 15-ാം സെഞ്ചുറിയിലും മാറ്റിപ്പണിത 2 മിനാരങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. കാലത്തിൻ്റെ ഗതിയൊഴുക്കിൽ നശിച്ചു പോകാതിരിക്കാൻ അടുത്ത കാലത്തും ചില മോടി പിടിപ്പിക്കലുകൾ ഖമീസ് മോസ്കിനുമേൽ ചെയ്തിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ അൽ അല അൽ ഹദ്രാമി എന്ന അനുചരനിലൂടെ ഇസ്ലാമിൻ്റെ വെളിച്ചം ഈ പവിഴദ്വീപിലും പ്രസരിപ്പിച്ചു. ഖത്തറിലും ബഹ്റൈനിലും ഒരേ സമയം മുൻസിർ ബിൻ സവ അൽ തമീമി ഗവർണറായി പ്രവർത്തിച്ചുവെന്നതാണ് ചരിത്രം. ഹിജ്റയുടെ 7-ാം വർഷം തന്നെ ബഹ്റൈൻ ഇസ്ലാമിനെ ആശ്ലേഷിച്ചിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ വിഖ്യാത ഭരണാധികാരി ഉമറു ബിൻ അബ്ദുൽ അസീസ് ഉത്മാൻ ബിൻ അബി അൽ ആസിനെ ഈ പ്രദേശത്തിൻ്റെ ഗവർണറായി നിയമിച്ചതായും ചരിത്രത്തിലുണ്ട്. ഈ കാലഘട്ടത്തിലാണ് ഖമീസ് മോസ്ക് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്നു. പുരാതന നഗരത്തിൻ്റെ നേർക്കാഴ്ച അനുഭവിക്കുകയാണോ എന്ന് ഒരു നിമിഷം തോന്നിപ്പോകും ഖമീസ് മോസ്കിനരികെ നിൽക്കുമ്പോൾ. പൈതൃകങ്ങളുടെ കണ്ണിയിൽ ബഹ്റൈൻ അടയാളപ്പെടുത്തപ്പെടുന്നത് ഖമീസ് മോസ്കിലൂടെയാണ്. ബഹ്റൈൻ ചരിത്ര വിഭാഗവും മതകാര്യ വകുപ്പും ഖമീസ് മോസ്കിൻ്റെ പഴമ നിലനിർത്തി സംരക്ഷിക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്തുന്നു. ഈസ ടൗണിൻ്റെയും സൽമാനിയയുടെയും ഇടയിൽ ഷൈഖ് സൽമാൻ റോഡിലൂടെ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ കാഴ്ചയുടെ മനോഹാരിതയിൽ ഖമീസ് മോസ്കിൻ്റെ ഇരട്ട മിനാരങ്ങൾ തിളങ്ങി നിൽക്കുകയാണ്. ചരിത്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആധുനികതയുടെ തിരുമുറ്റത്ത് നിന്നും ഊളിയിട്ടിറങ്ങുന്നത് പോലെ. ദുബായ് ഗോൾഡ് റംസാൻ നിലാവിൽ ഓർമ്മയിൽ കോർത്തെടുത്ത നോമ്പനുഭവത്തിൻ്റെ പ്രത്യേക സെഗ്മെന്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുബായ് ഗോൾഡ് റംസാൻ നിലാവ് കാണുന്ന മുഴുവൻ പ്രേക്ഷകർക്കും ഏറ്റവും ആദ്യമായി ഏറ്റവും നല്ല റമളാൻ ആശംസകൾ നേരുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 1990-ലാണ് എൻ്റെ പ്രവാസ ജീവിതത്തിന് ബഹ്റൈനിൽ തുടക്കം കുറിക്കുന്നത്. അതുവരെ നാട്ടിൽ നിന്നുള്ള ആ ഒരു റമളാൻ്റെ അനുഭവവും പ്രവാസ ജീവിതത്തിലെ അനുഭവവും നോക്കുമ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴുണ്ടായിരുന്ന ഒരു ഒറ്റപ്പെടൽ അതായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പക്ഷേ അത് മാറ്റിയെടുക്കാൻ ഇവിടെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിൽ നിന്ന് മാതാപിതാക്കളോടൊപ്പം നോമ്പ് തുറക്കുകയും അത് കഴിഞ്ഞ് സുഹൃത്തുക്കളോടൊപ്പം തറാവീഹ് നമസ്കാരവും അത് കഴിഞ്ഞുള്ള സംഘടനാ പ്രവർത്തനവുമായി കൊണ്ടുപോയിരുന്ന ഒരു കാലഘട്ടത്തിന് പെട്ടെന്ന് ഒരു പറിച്ചു നടൽ അത് തുടക്കത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാക്കിയിരുന്നു. പക്ഷേ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന റമളാൻ്റെ ഏറ്റവും നല്ല അനുഭവങ്ങളിൽ ബഹ്റൈനിലെ KMCC പ്രവർത്തകന്മാരോടൊപ്പം KMCCയുടെ മുൻകാല നേതാക്കന്മാരായ CK അബ്ദുറഹിമാൻ, T അബ്ദുമാൻ, കുന്നോത്ത് കുഞ്ഞബ്ദുള്ള ഹാജി, അലി കൊയിലാണ്ടി, PPM കുനിങ്ങാട്, യൂസഫ് കൊയിലാണ്ടി തുടങ്ങി മുൻകാല നേതാക്കന്മാരോടൊപ്പം ഒത്തുകൂടി മുന്നോട്ട് പോയപ്പോൾ ആ ഒറ്റപ്പെടൽ മാറി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായ അനുഭവം. അത് ഏറ്റവും കൂടുതലായിട്ട് അനുഭവിച്ചു പോകുന്നത് 1995-ലാണെന്ന് തോന്നുന്നു. GCCയിൽ ആദ്യമായി ഒരു വിവാഹ സംഗമത്തിന് ഞങ്ങൾ തീരുമാനിക്കുകയും ബഹുമാനപ്പെട്ട KP അബ്ദുള്ള പ്രസിഡൻറ്റും
അലി കൊയിലാണ്ടി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയായിരുന്നു അതിന് തുടക്കം കുറിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ന് വരെ ഏറ്റവും നല്ല റമദാനിൽ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനും അതനുസരിച്ച് ഏറ്റവും നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. 50 പ്രവാസി ബൈത്തുർ റഹ്മകൾ. സാധാരണ ബൈത്തുർ റഹ്മകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ നൽകുന്ന ബൈത്തുർ റഹ്മകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ 20-25 വർഷം പ്രവാസ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ കടിമപ്പെട്ട് മുന്നോട്ട് പോയിട്ടും സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ കഴിയാത്ത പ്രവാസികളെ തേടിപ്പിടിച്ച് അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ യാതൊരു അതിർവരമ്പുകളും നോക്കാതെ ആരാണോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾ അർഹതപ്പെട്ടവരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അംഗീകാരം ഞങ്ങൾ നൽകുന്നത്. അങ്ങനെ 50 വീടുകൾ, അത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിലുള്ള പ്രവാസികളെ കണ്ടെത്തി 50 ബൈത്തുർ റഹ്മകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നു. ദുബായ് ഗോൾഡ് റംസാൻ നിലാവിൽ ഒരു ഇടവേള കൂടി. പരസ്പരമറിഞ്ഞവർക്ക് ബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിയാനാകൂ. മനസ്സാണ് പൊന്ന്, സുതാര്യമാണ് ഈ ബന്ധം. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. മലപ്പുറം, കൊണ്ടോട്ടി, ജമ്മാട്, പട്ടാമ്പി. മനാമ, ബഹ്റൈൻ, റൂബി, മസ്കറ്റ്. നേരിന്റെ നേർശബ്ദമായി ബഹ്റൈൻ മലയാളികൾക്കൊപ്പം ഓരോ പ്രഭാതത്തിലും മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക ദിനപത്രം. വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. ടീൻ വേൾഡ് ജെൻസ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ. ന്യൂ മാഹി, വെള്ളിക്കുളങ്ങര, ആയഞ്ചേരി, കക്കട്ടിൽ, ഓർക്കാട്ടേരി. Nunu Exchange Company is now renamed as NEC, exchanging the currency of trust. NEC, Kingdom of Bahrain. രുചിയേറും ഭക്ഷണങ്ങളുമായി രാജകീയമായി വരവേൽക്കാൻ സെഞ്ചുറി ഇന്റർനാഷണൽ റെസ്റ്റോറന്റ്, കിങ്ഡം ഓഫ് ബഹ്റൈൻ ആൻഡ് UAE. Trust across generations. UAE Exchange, world's trusted money transferer. Al Hilal Hospital, excellent care, affordable cost. Indian school fees can be paid at any NEC branches and they can send money to Indian banks at 750 fils. NEC, Kingdom of Bahrain. റമദാൻ വിഭവങ്ങളുടെ പുതിയ വിശേഷങ്ങളുമായി റമദാൻ സ്പെഷ്യൽ കുക്കറി ഷോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുബായ് ഗോൾഡ് റംസാൻ നിലാവിൻ്റെ സ്പെഷ്യൽ കുക്കറി സെഗ്മെന്റിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി സൈഫുന്നസ അഷ്റഫാണ്. ഇന്നത്തെ അതിഥി എന്താണ് നമുക്ക് ഇന്നത്തെ സെഗ്മെന്റിലൂടെ ഉണ്ടാക്കി തരാൻ പോകുന്നതെന്ന് നമുക്ക് അതിഥിയോട് തന്നെ ചോദിക്കാം. ഇന്നത്തെ സ്പെഷ്യൽ കുക്കറി സെഗ്മെന്റിൽ എന്താണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബൗൾഡ് പൂരി ചിക്കൻ വിത്ത് സലാഡ് ടോപ്പിംഗ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? മൈദമാവ് പൂരിക്ക് വേണ്ടി കുഴച്ചെടുത്ത മൈദമാവ്. പൂരിക്ക് ആവശ്യമായിട്ട് നമ്മൾ പൂരി സാധാരണ പൂരിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന മൈദമാവ്. ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ചതച്ചെടുത്തത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഉപ്പ്, മല്ലിയില, ഇത് വഴറ്റാൻ ആവശ്യമായ ഓയിൽ, ഗരം മസാല, സവാള, മഞ്ഞൾപ്പൊടി. സലാഡിന് വേണ്ടത് കുക്കുംബർ, കാരറ്റ്, ഫ്രഷ് ക്രീം, കുക്കുംബർ, കാരറ്റ്. ബൗൾ പൂരി ചിക്കൻ വിത്ത് സലാഡ് ടോപ്പിക് ഇനി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട്. സവാള അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ കുറച്ച് ഒരു ചെറിയ ബ്രൗൺ കളറായി വരും. ആ സ്മെല്ലൊക്കെ ഒന്ന് വരുമ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ച് ഓരോരുത്തർക്ക് എരിവിനനുസരിച്ചാണ് നമ്മൾ പച്ചമുളക് ഇടുക.
അപ്പോൾ അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇടുന്നു. മഞ്ഞൾപ്പൊടി അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് എല്ലായിടത്തും തിന്നവരെ ശേഷം ചിക്കൻ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ച് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ വേവിച്ചെടുക്കുന്നതിനോടൊപ്പം നമ്മൾ ഉപ്പും അതോടൊപ്പം കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ച് അത് നന്നായിട്ട് ഒന്ന് എല്ലായിടത്തും മസാല പിടിക്കുന്ന. അപ്പോൾ തന്നെ ഈ ഗരം മസാല ഇട്ടു. ഗരം മസാല ആഡ് ചെയ്തു. എന്നിട്ട് ഒന്നുകൂടെ ഒന്നായിട്ട് വറ്റിച്ച് ഈ കറിവേപ്പില ശേഷം പിന്നെ നന്നായിട്ട് പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പില അവസാനം ബൗൾ പൂരി ചിക്കൻ വിത്ത് സലാഡ് ടോപ്പിംഗിന്റെ മസാല റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട്. പാൻ ചൂടായിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമ്മൾ എണ്ണ വെച്ചു. ഇത് പൊരിക്കാനായിട്ടുള്ള എണ്ണ വെച്ചു. ഡിഷ് ബൗൾ പൂരി ചിക്കൻ വിത്ത് സലാഡ് ടോപ്പിംഗ് ആണ്. മറ്റു പൂരിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം ഇതാണ്. അതായത് നമ്മൾ ആ ഒരു ആകൃതിയിൽ നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ അറ്റത്ത് ഈ ഒരു ആകൃതിയിൽ ചൂടായ എണ്ണയിലേക്ക് മെല്ലെ പിടിച്ചു വെച്ചു. അത് മുഴുവനായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ നമ്മൾ ഡിപ്പ് ചെയ്യണം. ബൗൾഡ് പൂരി റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ടേക്ക് നീങ്ങുകയാണ്. അതാണ് നമ്മൾ കളർഫുൾ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതൊരു സലാഡാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സലാഡ് ഉണ്ടാക്കാം. ആദ്യം സലാഡിന് വേണ്ട സാധനങ്ങൾ കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ ഫ്രഷ് ക്രീം. അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സലാഡിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്രഷ് ക്രീം തന്നെ വേണമെന്നില്ല. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മയോണൈസ് ആക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല, ചിക്കൻ്റെ മസാല. ബൗൾ പൂരി ചിക്കൻ വിത്ത് സലാഡ് ടോപ്പിംഗ്. ഇനി ഇത് ക്ഷമ തീരില്ല, ഞാൻ കഴിക്കാൻ പോവാണ്. ഇത് കുട്ടികൾ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ ഷ്യൂർ ഇതിൻ്റെ കളർഫുൾനെസ്, അതോടൊപ്പം അതിൻ്റെ സ്മെല്ലും, ആ കിച്ചണിൽ നിന്നായിരുന്ന ആ ഒരു സ്മെല്ലും, അതോടൊപ്പം തന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഡബിൾ ടേസ്റ്റാണ് കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നന്നായി ഇങ്ങനെ കടിച്ച് വരുമ്പോൾ അതിനോടൊപ്പം നമുക്ക് അതിൻ്റെ സലാഡിൻ്റെ ടേസ്റ്റ് കൂടി കിട്ടുന്നതായിരിക്കും. സോ ഇതെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്തതിന് ശേഷം കഴിക്കാം. കാരണം ഇത് ചെറിയവർക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. സോ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദുബായ് ഗോൾഡ് റംസാൻ നിലാവിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ramzannilav bahrain@gmail.com. വീണ്ടും കാണാം. മാസലാമ.